മക്കളെ, നമ്മൾ പലപ്പോഴും റിപ്പീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ, അതായത് റിപ്പീറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്കിടയിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ നീറ്റിൻ്റെയും ജെയുടെയും റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് വീണ്ടും വീണ്ടും കണ്ടിന്യൂ. അതല്ല, നമ്മൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് അവർ എൻട്രൻസിന് പഠിക്കുന്നതാണ് റിപ്പീറ്റേഴ്സ് ബാച്ച്. അത് കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യുന്ന റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ്, ഇങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു നല്ല രീതിയിൽ ഒരു എൻട്രൻസ് കോച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ, അതുപോലെ തന്നെ ഇനി ഒരു തവണ റിപ്പീറ്റ് ചെയ്തു, ഇനി ഞാനൊന്നും ആയില്ല, ഒരു തവണയും കൂടെ ശ്രമിക്കണം, എനിക്ക് എന്തായാലും MBBS ഡോക്ടർ ഗവൺമെൻറ്റിലാവണം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും ഏതൊരു സ്ഥാപനം ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സ്ഥാപനത്തിൽ എത്ര പേര് പഠിച്ചു, അതിൽ നിന്ന് എത്ര പേര് ഡോക്ടേഴ്സായി, എത്ര പേര് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സെലക്ഷൻ കിട്ടി, എത്ര കുട്ടികളെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവിടുത്തെ ക്ലാസ് എത്രത്തോളം ബെസ്റ്റാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് JPC തന്നെയാണ്. അല്ല, എന്തുകൊണ്ടാണെന്ന് പറയട്ടെ, കഴിഞ്ഞ വർഷം 200ഓളം കുട്ടികളിൽ നിന്നാണ് JPC 100-നുള്ള 4 റിസൾട്ടുകൾ ഉണ്ടാക്കിയത്. അതിൽ തന്നെ ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക്. അതായത് ഈ 100ഓളം വരുന്ന കുട്ടികളിൽ നിന്ന് ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആയിരക്കണക്കിന് അല്ലെ 10,000-കണക്കിന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആദ്യത്തെ 10-നുള്ളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ടോപ്പേഴ്സിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോകുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട്. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുപോയിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിനെ മൊത്തം കേരളത്തിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് പോലും ആ കുട്ടികളിൽ നിന്നാണ് ആദ്യത്തെ 10-നുള്ളിലെ റിസൾട്ടുകൾ അവർ ഉണ്ടാക്കുന്നത്. ഈ 10-നുള്ളിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു കുട്ടി എത്തി എന്ന് പറയുമ്പോൾ അത് JPCയിലെ ടീച്ചേഴ്സിൻ്റെയും ഇവിടെ വന്ന കുട്ടിയുടെയും എഫേർട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള തീർത്തും ഇതാണ്, നിങ്ങൾ ഏതൊരു സ്ഥാപനം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ അവിടുത്തെ റിസൾട്ടിൻ്റെ പെർസെൻറ്റേജിനെ കുറിച്ച് അറിയണം. 110 കുട്ടികളുടെ 56 MBBS എന്ന് പറഞ്ഞ് JPCയിൽ തുടങ്ങാൻ പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ 40 മുതൽ 50% റിസൾട്ട് ഓരോ വർഷങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ JPCയിൽ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇനി വേറെ ചോയ്സ് ഇല്ല എന്ന് തന്നെ പറയാം. എന്തിനാ കൂടുതൽ ആലോചിക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ചോ, എവിടെയാണെന്ന് വെച്ചാൽ അന്വേഷിച്ചോ. ഇത്രയും നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടീനോട് ചോദിക്കണം, ഇത്രയും ബെസ്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ എവിടെ ഉണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. കുറേ പേര് എടുത്തുകൊണ്ട് ആ കുറേ പേരിൽ നിന്ന് കുറച്ച് പേരെ റിസൾട്ട് ആക്കുന്നതല്ല. 2%, 3% പേര് MBBSന് സെലക്ഷൻ കിട്ടുന്നതല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. പഠിക്കുന്നവരിൽ 40 മുതൽ 50% കുട്ടികളും MBBSന് അഡ്മിഷൻ വാങ്ങുന്നതാണ് നമ്മുടെ സ്ഥാപനം. നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഇൻഡിവിജ്വൽ കെയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ, നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് കൂടെ നിൽക്കാൻ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ, ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ ഇരുന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്നാണെങ്കിൽ അത് ഇവിടെ JPCയിലുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് യാത്രയൊന്നും പോവാതെ ക്യാമ്പസും താഴെ തന്നെ ക്ലാസ് റൂമും വേണ്ടത് എന്തൊക്കെയാണോ എല്ലാം ഒരൊറ്റ ക്യാമ്പസിനുള്ളിൽ തന്നെ എല്ലാം ഉണ്ടെന്നാണെങ്കിൽ എന്തിനാ പിന്നെ വേറൊരു ചോയ്സ്? ഒരു കുട്ടി രാവിലെ 1 മണിക്കൂർ വണ്ടിയിൽ ഓടി, അടുത്ത വൈകുന്നേരം ഓടി, ആ കുട്ടിയുടെ അത്രയും സമയം അത്രയും ക്ഷീണം എന്തിനാ ഇതൊക്കെ? ഇതൊന്നും JPCയിലില്ല. ക്യാമ്പസിൽ തന്നെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കുട്ടികൾ മുകളിൽ താമസിക്കുന്നു, ഗേൾസിന് സെപ്പറേറ്റ് ഹോസ്റ്റൽ, ബോയ്സിന് സെപ്പറേറ്റ് ഹോസ്റ്റൽ, അവരുടെ താമസം വേറെ വേറെ, ആ താമസം താഴെ ക്ലാസ് റൂം. എന്ത് സുഖം ഉണ്ടാവും? വീക്ക്ലി അടിപൊളിയായിട്ട് നടക്കുന്ന എക്സാംസ്, മന്ത്ലിയുള്ള മെഗാ ടെസ്റ്റുകൾ, 2 മാസം കൂടുമ്പോഴുള്ള ഗ്രാൻഡ് മെഗാ ടെസ്റ്റുകൾ, അവസാനം ഡിസംബർ അങ്ങോട്ട് കഴിയുന്ന മുതൽ പിന്നെ എക്സാമിൻ്റെ ഒരു വലിയ സീരീസ്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഒരു റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് നിങ്ങളെങ്കിൽ, അതല്ല നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റേഴ്സ് എന്നുള്ളൊരു ബാച്ചിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നാണെങ്കിൽ, അത് ഡോക്ടറോ എഞ്ചിനീയറോ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെന്നാണെങ്കിൽ, ഇനി വേറൊരു ചോയ്സ് നമുക്കില്ല. കേരളത്തിൽ നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല, അത് JPC തന്നെയാണ്. ധൈര്യത്തോടു കൂടെ പോരും. വേഗം അഡ്മിഷൻ എടുത്തോട്ടോ.